ഹായ്, ഇന്ന് ഞാൻ പറയാൻ വന്നത് ഒരു മാജിക്കൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് വെച്ചിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ്. അപ്പോൾ നേരെ പോയി നമ്മുടെ കിച്ചണിൽ നിന്ന് പോയിട്ട് എടുത്തിട്ട് വന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, അതായത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ മാസ്ക് ആണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അറിയാത്തവരും ഉണ്ടാവും. എങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി ഇതാ ഉലുവ, വേറൊന്നുമല്ല ഉലുവയാണ്. ഉലുവ നിങ്ങളുടെ എല്ലാ ഹെയർ ടൈപ്സിനും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മുടെ മുടിയെ സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് സ്കാൽപ്പ് ഇഷ്യൂസ് ഉണ്ട്, നിങ്ങളുടെ മുടി വളരണം, മുടി നല്ല തിക്കാവണം, അങ്ങനെയെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് ഉലുവ. അറിയാം, എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടാവും, എങ്കിലും യൂസ് ചെയ്യാത്തവരുണ്ടാവും. യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടായും എങ്കിലും യൂസ് ചെയ്യാം. അപ്പുറത്തെ വീട്ടിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്, കാരണം അവിടെ പണി നടക്കുന്നതുകൊണ്ട് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. ഓക്കെ, ഒന്ന് സഹകരിക്കാം. പിന്നെ 1-2-3 ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഉലുവ യൂസ് ചെയ്യാറുണ്ടായിരുന്നു, ബട്ട് ഉലുവ യൂസ് ചെയ്ത ശേഷം ഹെയർ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചു പോകുന്നു, ഭയങ്കര ഡ്രൈ ആയിട്ട് നിൽക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾ ഹെയർ കെയർ, നിങ്ങളുടെ ഹെയറിന് സ്യൂട്ടബിൾ ആയ രീതിയിൽ ആ ഉലുവ യൂസ് ചെയ്യാത്തത് കൊണ്ടാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ ഉലുവ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള രീതി, എങ്ങനെയാണ് ഈ ഉലുവ യൂസ് ചെയ്യണം എന്നുള്ള രീതിയാണ് കേട്ടോ. ഒന്നാമതായിട്ട് പറയാനുള്ള കാര്യം, ഉലുവ നിങ്ങൾക്ക് എല്ലാ ഹെയർ ടിപ്സിനും യൂസ് ചെയ്യാം, ഒന്ന് ഓർഡർ ചെയ്ത് യൂസ് ചെയ്യണമെന്ന് മാത്രം. ഇന്ന് ഞാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസിന്റെ കൂടെ യൂസ് ചെയ്യാം, എങ്ങനെയാണ് നല്ല ബെനിഫിറ്റ്സ് നമ്മുടെ ഹെയറിന് കിട്ടുന്നത്, ഇത് ഞാൻ റിസർച്ച് ചെയ്ത് ട്രൈ ചെയ്ത് എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടുപിടിച്ച കാര്യങ്ങളാണ് കേട്ടോ പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് തന്നെ ഉണ്ടല്ലോ, ഈ ഉലുവ നമുക്ക് 3 രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, എടുക്കണം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഉലുവ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ കുറച്ച് ഉലുവ എടുക്കുക, നന്നായിട്ട് കഴുകിയിട്ട് തലേന്നാണ് തന്നെ കുറച്ച്, എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരുപാട് തിക്ക് ഹെയർ, നന്നായിട്ട് മുടി വോളിയം ഉള്ള മുടിയാണെങ്കിൽ കുറച്ച് ഒരു 2-3-4 സ്പൂൺ എടുക്കുക. അല്ലാത്തവരാണ് 2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. ആ ഉലുവ നന്നായിട്ട് കഴുകിയിട്ട് തലേന്നാണ് തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. രാവിലെ നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്ക് ഇതിന്റെ വെള്ളമൊക്കെ കുതിർന്ന് നല്ല അടിപൊളിയായിട്ട് ആ ഒരു പാകത്തിന് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് നമ്മൾ എടുത്തിട്ട് മിക്സി ഇട്ടിട്ട് ഒന്ന് ട്രിക് അടിച്ചെടുക്കാം. ഓക്കെ, അടിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മുടി നല്ല തിൻ ആയിട്ടുള്ള ഹെയർ ആണ്, അതായത് ലോ പൊറോസിറ്റി ഹെയർ ആണ്, അതായത് നിങ്ങളുടെ മുടി കുളിച്ചിട്ട് ഉണങ്ങാൻ ഒരുപാട് സമയം എടുക്കും. അങ്ങനെയൊക്കെയുള്ള മുടിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഈ അടിച്ചെടുത്ത ആ ഒരു പേസ്റ്റിൽ അത് നിങ്ങൾ നല്ല കോട്ടൺ തുണി വെച്ചിട്ട് അരിച്ചിങ്ങനെ എടുത്ത അതിന്റെ ഒരു ഇങ്ങനെ ഒരു എന്താ പറയാ, ആ ഒരു ജെല്ലി ഫോം ഞെക്കി പിഴിയുമ്പോൾ ആ ഒരു സ്ലൈമി എന്താ പറയാ, ഒരു ജെൽ ടൈപ്പുള്ള ഒരു പേസ്റ്റ് നമുക്ക് കിട്ടും. ആ ഒരു പേസ്റ്റ് നിങ്ങൾ തലയിൽ ഹെയറിൽ അപ്ലൈ ചെയ്യാം. ഞാൻ പറഞ്ഞ ഹെയർ ടൈപ്പ് നിങ്ങൾ നോക്കുക, അങ്ങനെയുള്ള ഹെയർ ടൈപ്പിന് തന്നെ ഇങ്ങനെ ചൂസ് ചെയ്യാൻ നോക്കുക. അതായത് ഈ ഒരു ജെല്ല് പേസ്റ്റ് നിങ്ങൾ അരക്കാണ്ട് ഇങ്ങനെ മടി കാരണം ഇടുവാണെങ്കിൽ നിങ്ങളുടെ മുടിക്ക് ബെനിഫിറ്റ്സിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഹെയറിന് ദോഷം ഉണ്ടാവും. ഒരുപാട് ഡ്രൈ ആവും, ഭയങ്കരമായിട്ട് എന്താ പറയാ, ഇങ്ങനെ ചകിരി പോലെ നിൽക്കുന്ന ഒരു ഹെയർ ടൈപ്പ് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങളുടെ ഹെയർ നല്ല തിൻ ആൻഡ് ഇങ്ങനെ ഉണങ്ങാൻ ഒരുപാട് ടൈം എടുക്കുന്ന ഹെയർ ആണെങ്കിൽ നിങ്ങൾ അരച്ചത് പാകം നിങ്ങൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ആ ഒരു സ്ലൈം നിങ്ങളുടെ ഹെയറിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഈ ഒരു ഉലുവയുടെ നമ്മൾ ഞെക്കിപ്പിഴിഞ്ഞ ഒരു ജെൽ ഉണ്ടല്ലോ, അതിനെ നമ്മുടെ ഈ ഉലുവ എന്ന് പറയുന്നതിനെ ഭയങ്കരമായിട്ട് നമ്മുടെ മുടിയെ സ്ട്രെങ്തൻ ചെയ്യും, അതായത് പൊട്ടിപ്പോവാണ്ടിരിക്കാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മുടെ മുടിയുടെ സ്കാൽപ്പിനെ ഭയങ്കരമായിട്ട് സ്ട്രെങ്തനിങ് ചെയ്യും ഈ ഉലുവയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ ഉലുവയുടെ അതായത് ഹെയർ സ്ട്രെങ്തനിങ് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ മുടി ഇങ്ങനെ എന്താ പറയാ, പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഉലുവ ഹെൽപ്പ് ചെയ്യുന്നത്. സോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, അതിന്റെ കൂടെ നമ്മൾ എന്തുകൂടെ ആഡ് ചെയ്യണം, നമ്മൾ ഒന്നുകിൽ കറ്റാർ വാഴയുടെ ജെല്ല് ആഡ് ചെയ്യാൻ നോക്കാം. അത് അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ, കട്ടൻ ചായ ആഡ് ചെയ്യാം. അപ്പോൾ കട്ടൻ ചായ അല്ലെങ്കിൽ കറ്റാർ വാഴ രണ്ടും കൂടിയിട്ട് ആ ഒരു സ്ലൈമിന്റെ കൂടെ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങളുടെ എന്താ വെച്ചാൽ, ഈ ആ കറ്റാർ വാഴ, ഈ കട്ടൻ ചായ ഇതൊക്കെ ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ്. അപ്പോൾ ഹൈഡ്രേറ്റിംഗ് ആകുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഡ്രൈനെസ്സിനെ കൺട്രോൾ ചെയ്തിട്ട് കുറച്ച് മോയ്സ്ചറിങ് നമ്മുടെ ഫീൽ നമ്മുടെ ഹെയറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈനെസ് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഉലുവയുടെ പെർഫോമൻസിന്റെ കൂടെ നമുക്ക് കറ്റാർ വാഴയുടെ ബെനിഫിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്താൽ നിങ്ങൾക്ക് നോക്കിയാൽ രണ്ടും നമ്മുടെ സ്ട്രെങ്തനിങ് മാത്രമല്ല, സ്കാൽപ്പ് ഇഷ്യൂസ് കുറയുന്നതിനനുസരിച്ച് നമ്മുടെ സ്കാൽപ്പ് ഇഷ്യൂ കൺട്രോൾ ചെയ്യുന്നതിന് കൂടെ നമ്മൾ കറ്റാർ വാഴയുടെ ജെല്ലൂടെ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ ബെനിഫിറ്റ്സ് കൂടെ നമ്മുടെ ഹെയറിന് കിട്ടുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങളുടെ മുടിയിലെ ഭയങ്കര അടിപൊളിയാവും. അത് നമ്മുടെ ഒരു മാസമല്ല, വീക്കിലി. ഓക്കെ, വീക്കിലി പറ്റില്ലെങ്കിൽ ഒരു മാസം ഒരു 4 ടൈമിൽ, അത് വീക്കിലി ചെയ്യാൻ നോക്കുക. ഒരു 1 ടൈമെങ്കിലും ചെയ്താൽ നിങ്ങളുടെ ഹെയർ നിങ്ങൾ നോക്കിക്കോളൂ. ഇത് നിങ്ങളൊന്ന് കണ്ടിന്യൂസ് നിങ്ങളൊരു മന്ത് 4 ടൈമെങ്കിലും ചെയ്യണം. അതായത് എപ്പോഴെങ്കിലും ചെയ്ത് വിടുന്നതല്ല, ഞാൻ പറയുന്ന കാര്യം, നിങ്ങളൊരു മന്ത്ലി 4 ടൈംസ് എങ്കിലും ഇത് ചെയ്ത് നോക്കാം. ഹെയർ സൂപ്പർ ആയിരിക്കും. രണ്ടാമത്തെ മെത്തേഡ് എന്തെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഉലുവ കഴുകി കുതിർത്ത് വെച്ച ആ ഒരു വെള്ളമില്ലേ, നമ്മൾ കളയരുത്. ആ വെള്ളത്തോടു കൂടി നമ്മൾ ഇത് മിക്സ് ചെയ്ത് അടിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ ഒരു വെള്ളം നിങ്ങൾ കളക്ട് ചെയ്യാം, ഒരു കുപ്പിയിലായിട്ട് കളയും. നിങ്ങൾ എന്താ സ്പ്രേ കുപ്പി ഇങ്ങനെ നമ്മൾ ഉണ്ടാവില്ലേ, അപ്പൊ തലയിൽ അതിൽ നിന്നല്ല, അതിലാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് നല്ലതായിരുന്നു. നമുക്കിങ്ങനെ
സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈ വെള്ളമില്ലേ ഭയങ്കര മാജിക്കൽ ആയിട്ടുള്ള വാട്ടറാണ്, ലൈറ്റ് വെയിറ്റ് ഫോമുലയാണ്. വെള്ളമില്ലേ നിങ്ങളുടെ സ്കാൽപ്പിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ സ്കാൽപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ഡ്രൈ സ്കാൽപ്പിൽ ഇച്ചിങ്, അങ്ങനെ ഇറിറ്റേഷൻസ്, അതായത് ഡാൻഡ്രഫ്, അതൊക്കെ ഇല്ലേ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് എന്താ വെച്ചാൽ നിങ്ങൾ നന്നായിട്ട് സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഹെയറിന്റെ സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ ആഫ്റ്റർ അത് വാഷ് ചെയ്ത് കളയാം. അടിപൊളിയായിട്ടുള്ള റിസൾട്ട് ആയിരിക്കും. ഇത് തലയിൽ വെച്ചോണ്ടിരിക്കരുത് കേട്ടോ. എന്താ വെച്ചാല് നമ്മൾ ഈ ഒരു വെള്ളം നമ്മുടെ തലയിലാക്കി മസാജ് ചെയ്ത ശേഷം നമ്മൾ ഈ സെറൊക്കെ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാതിരിക്കുന്നില്ല, അതുപോലെ ഒരിക്കലും ചെയ്യരുത്. അത് നിങ്ങളുടെ ഗുണത്തേക്ക് ദോഷം വരും എന്തായാലും. കാരണം ഈ ഉലുവയുടെ വെള്ളം നിങ്ങൾ എന്തായാലും ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 അവർ നിങ്ങൾ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ നിങ്ങൾ തലയിൽ സ്കാൽപ്പിൽ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ശേഷം നിങ്ങൾ വാഷ് ചെയ്ത് കളയണം. ഓക്കെ, ഇത് നിങ്ങളുടെ തിൻ ഹെയർ ഉള്ളവർക്ക് നല്ലതാണ്, സ്കാൽപ്പ് റിലേറ്റഡ് ഇഷ്യൂസ് ഉള്ളവർക്ക് നല്ലതാണ്, ലോ പോറോസിറ്റി ഹെയർ ഉള്ളവർക്ക് നല്ലതാണ്, അതായത് ഉണങ്ങാൻ കുറെ സമയം എടുക്കുന്ന പറഞ്ഞാൽ അങ്ങനെയുള്ള ഹെയർ ഉള്ളവർക്ക് നല്ലതാണ്, മുടിയുടെ എണ്ണം കുറയുള്ള അതായത് ഹെയറിൽ ഡെൻസിറ്റി കുറവുള്ളവർക്ക് നല്ലതാണ്. സോ ഈ ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്ക് സ്യൂട്ടബിൾ ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കാം. തേർഡ് മെത്തേഡ് എന്താന്ന് വെച്ചാൽ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ആദ്യം അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഇല്ലേ, നമ്മൾ അരിക്കാത്ത ആ ഒരു പേസ്റ്റ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ള നൈസ് ആയിട്ടുള്ള പേസ്റ്റ് ആണ് കേട്ടോ. ആ പേസ്റ്റ് നിങ്ങളുടെ നല്ല തിക്ക് ഹെയർ ടൈപ്പ് ഉള്ളവർക്ക്, ഹൈ പൊറോസിറ്റി ഹെയർ, പെട്ടെന്ന് ഉണങ്ങി പോകുന്ന ഹെയർ, പിന്നെ ഫ്രിസി ഹെയർ, അതുപോലെ തന്നെ ഡാമേജ്ഡ് ഹെയർ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ. അപ്പൊ ഭയങ്കര ഹൈ പൊറോസിറ്റി ഉള്ള ഹെയർ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു പേസ്റ്റിന്റെ കൂടെ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ഉള്ള മധുരക്ക പുഴുങ്ങിയിട്ട് അരച്ചിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവക്കാഡോ യൂസ് ചെയ്യാം. അവക്കാഡിന് അത്യാവശ്യം പൈസ കൂടുതലുണ്ട് എങ്കിലും കുഴപ്പമില്ല. അതില്ലെങ്കിൽ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ നല്ലോണം ഹൈ പൊറോസിറ്റി ഉള്ള ഹെയറിന്റെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പറയുന്നത്. സോ നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് നിങ്ങളുടെ ഹെയർ നല്ല മോയ്സ്ചറിങ് ഫീൽ കിട്ടും. അതായത് മോയ്സ്ചർ റിറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാസ്ക് ആണ് കേട്ടോ. നിങ്ങൾ തിക്ക് ഹെയർ ഉള്ളവര്, കേളി ഹെയർ ഉള്ളവര്, ഫ്രിസി ഹെയർ ഉള്ളവര് അവർക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ഇതിന്റെ കൂടെ യൂസ് ചെയ്തിട്ടുള്ളത് ഫ്ലാക്സീഡ് ജെല്ലാണ്. അതും നന്നായിട്ട് മോയ്സ്ചറിങ് ഫീലുള്ള കിട്ടുന്നതാണ്. അപ്പോൾ ഫ്ലാക്സീഡിന്റെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാനൊരു വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സോ കാണാത്തവർ അത് കാണുക. അപ്പോൾ ഞാൻ ഇന്ന് ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നത് ഫ്ലാക്സീഡ് ജെല്ലാണ്, അത് ആഡ് ചെയ്യാം. ഇത് രണ്ടും ആഡ് ചെയ്യാത്തവർക്കാണെങ്കിൽ അത് ആഡ് ചെയ്യാം ഇതിന്റെ കൂടെ. ഓക്കെ, മിക്സ് ചെയ്ത ശേഷം ഞാൻ ഒന്ന് തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് അത്യാവശ്യം കുറച്ചൊക്കെ തണുപ്പ് നമ്മുടെ ഹെയർ നല്ലതാണ്. സോ ഞാനത് കുറച്ച് തണുപ്പിക്കാൻ വെച്ചു. ആ തണുപ്പിച്ച ശേഷമാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ മാസ്ക് നന്നായിട്ട് സ്കാൽപ്പിലും സ്റ്റാൻസിലും ഒക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ ഒരു മാസ്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ആയിരിക്കും. സ്മൂത്ത് ആയിരിക്കുന്നത് മാത്രമല്ല, അതിനുകൊണ്ട് നമ്മൾ ഏറ്റവും വലിയ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുന്നത്, നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. ഹെയർ തിക്കൻ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഉലുവയുടെ പെർഫോമൻസ് തന്നെയാണ്. ഹെയർ നല്ല പൊട്ടിപ്പോവാതിരിക്കാൻ നല്ല ബലമുള്ള ഹെയർ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ ഹെയർ നല്ല വേവി ഹെയർ ആണ്, നല്ല ഇങ്ങനെ നൈസ് ആയിട്ടുള്ള ഒരു ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ബനാന ആഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ ബനാന ആഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ മിക്സ് ചെയ്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് നല്ല ഒരു സോഫ്റ്റ് കിട്ടും. അതുപോലെ തന്നെ ഈ ബനാന യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല വേവി ഹെയർ ഉള്ളവർക്ക്, അതുപോലെ തന്നെ ഈ ഹെയർ എന്തെങ്കിലും കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്ത് നല്ല ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതും ഒന്ന് നല്ല മുടി നമുക്ക് നോർമലായി റിട്ടേൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. ഇനി എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ പറയുന്ന മൂന്നിന്റെയും ബെനിഫിറ്റ്, 3 മെത്തേഡിന്റെ ബെനിഫിറ്റ് ഒരുപോലെയാണോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ എന്തായാലും നമുക്ക് പറയാം ഒരുപോലെയല്ല. അത് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം എടുത്ത ജെല്ലില്ലേ, ജെൽ ടൈപ്പ് നമ്മൾ അരിച്ചെടുത്ത ആ ഒരു ജെൽ ഫോമിനാണെങ്കിൽ ഒരു മീഡിയം ബെനിഫിറ്റ്സ് മാത്രമേ കിട്ടൂ. അതുകൊണ്ട് ഇത് നിങ്ങളുടെ സ്കാൽപ്പിന് നല്ലതായിരിക്കും. അതായത് ഈ മുടി നന്നായിട്ട് കഴുകി കളയാൻ പാടുള്ള മുടിയുള്ള ഒരു ടൈപ്പുള്ള ഹെയർസ് ഉള്ള അവർക്കൊക്കെ നല്ലതായിരിക്കും. രണ്ടാമത് പറഞ്ഞ നമ്മുടെ ആ ഒരു സ്പ്രേ വെള്ളമാണെങ്കിൽ ഉണ്ടാവില്ല, അതിനൊരു ചെറിയൊരു ബെനിഫിറ്റ്സ് ഉണ്ടാവും, ലോ ബെനിഫിറ്റ്സ് ആയിരിക്കും. അതാവുമ്പോൾ നിങ്ങൾ ഈ വാട്ടർ കുറേ നാൾ യൂസ് ചെയ്യേണ്ടി വരും. നമ്മുടെ അതുകൊണ്ട് തന്നെ ലോ ബെനിഫിറ്റ്സ് ആയിരിക്കും. കാരണം ഒരുപാട് നാൾ യൂസ് ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉള്ളത് നമ്മുടെ ലാസ്റ്റ് പറഞ്ഞ മെത്തേഡാണ്. നമ്മുടെ അടിച്ചെടുത്ത ആ ഒരു ജെല്ലിലെ മാസ്ക് ആണ് കേട്ടോ, കട്ടിയുള്ള ഒരു മാസ്ക് ആണ്. അതായത് എക്സലന്റ് റിസൾട്ട് തരും. അതെന്ത് വെച്ചാൽ നമ്മൾ എല്ലാം പെട്ടെന്ന് തന്നെ നമ്മൾ ഒന്നിച്ച് മാസ്ക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കാൽപ്പിനും നമ്മുടെ ഹെയർസിനും എല്ലാം നമ്മുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് വലിച്ചെടുത്ത് അതിന് പെട്ടെന്ന് റിസൾട്ട് തരാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. സോ ഈ 3 മെത്തേഡിലും ചൂസ് ചെയ്യുന്നതിന് ഏറ്റവും നല്ലത് നമ്മുടെ മാസ്ക് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറയാനുള്ളത്, എപ്പോഴും പറയുന്ന പോലെ ഇതിന്റെ കൂടെ ഷാമ്പു കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്യരുത്. നമ്മളത് അപ്ലൈ ചെയ്ത ശേഷം ഒരു ഹാഫ് ആൻ അവർ, ഒരു 1 അവർ വെക്കാം. മാസ്ക് ആണെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ വെച്ചാൽ മതി. അത് കഴിഞ്ഞ ശേഷം നമ്മൾ നല്ല നോർമൽ വാട്ടറിൽ അങ്ങ് കഴുകി കളയാം. കഴുകി കളഞ്ഞാൽ
അതിനെ ഒന്ന് നമ്മുടെ പിറ്റേ ദിവസം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അതിന്റെ മാസ്ക് ഒക്കെ ആണെങ്കിൽ അതിന്റെ ഉലുവയുടെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് നമ്മളൊന്ന് വാരിയിട്ട് നമ്മൾ മുടി നന്നായിട്ട് ഉണങ്ങി വാരി കഴിഞ്ഞാൽ തന്നെ അത് പോവും. അതല്ല നിങ്ങൾക്ക് അത് പറ്റുന്നില്ല എങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് ഷാമ്പു കണ്ടീഷണർ യൂസ് ചെയ്യാം. അന്ന് നിങ്ങൾ ഒന്നും ചെയ്യരുത്, നിങ്ങൾ മുടിയിൽ നോർമൽ വാട്ടറിൽ മാത്രം കഴുകുക, എങ്കിൽ മാത്രമേ ആ അന്നിട്ട പാക്കിന്റെ ബെനിഫിറ്റ്സ് എന്തായാലും കിട്ടുള്ളൂ. അപ്പോൾ ഇനി എപ്പോഴും ഉലുവ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാൻ നോക്കുക. മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഒന്നിച്ച് കൂട്ടിയിട്ട് ഉലുവ അപ്ലൈ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഈ പറഞ്ഞ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാതിരിക്കുള്ളൂ. സോ നിങ്ങൾ ഇങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് കമന്റിൽ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ മുന്നേ ഇങ്ങനെയൊന്നും യൂസ് ചെയ്യാതെ ഉലുവ മാത്രം യൂസ് ചെയ്യുന്നവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും കൂടി കമന്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു, ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. അപ്പൊ ഇപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും, അവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയി കാണുന്നവരെ